അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ രണ്ട് പേരെൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കപ്പെടുന്ന ഒരു അടിപൊളി ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ ഇത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളി സാറുമാരെയാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇതിലിപ്പോൾ ഏകദേശം 7-8 ഉള്ളികളുണ്ട് കേട്ടോ. അതിനെയൊക്കെ അമ്മച്ചിങ്ങനെ അരിഞ്ഞ് നല്ല കുട്ടപ്പന്മാരാക്കി എടുക്കുകയാണ് കേട്ടോ. സാധാരണ നമ്മൾ ഉരുളിയിലിട്ടാണ് ഉള്ളി വേവിക്കാറ്. ഇപ്പോൾ നമ്മൾ എളുപ്പത്തിന് കുക്കറിലിട്ടാണ് വേവിക്കുന്നത്. ഉള്ളിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ എണ്ണ എന്ന് വെച്ചിട്ട് നന്നായിട്ട് നമ്മളൊന്ന് കുഴച്ചിട്ട് അടുപ്പിലേക്ക് ഇങ്ങനെ വെക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ പെരുംജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അത്യാവശ്യത്തിന് കുരുമുളകും കൂടി ചേർത്താണ് നമ്മളിവിടെ എടുക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിപ്പൊടിയും കൂടി ചേർത്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ മാഗ്നേറ്റ് ചെയ്യാണ്ട് മാറ്റി വയ്ക്കുക കേട്ടോ. ഈ ചിക്കൻ സാറിനെ നല്ല തുടുത്ത തക്കാളി പോലെ ആയില്ലേ, ഇപ്പം നമ്മൾ പൊരിക്കുന്നതിന് ഒരു 10-15 മിനിറ്റ് മുമ്പ് മാഗ്നേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ അരി വേവിക്കാനായിട്ട് ഇടാം. നമ്മളിത് ഈ ഒരു അളവിലാണ് അരി എടുക്കുന്നത്, ഈ ഒരു കപ്പിന്, ഈ ഒരു കൊച്ചു കപ്പിന് കേട്ടോ. അങ്ങനെ നമ്മൾ അരി വേവിക്കുന്നതിന് മുമ്പ് ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഈ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഈ ചിക്കൻ എങ്ങനെയിട്ട് വറുത്തെടുക്കാം കേട്ടോ. നമ്മുടെ ചിക്കൻ സാറന്മാരെ ഇങ്ങനെ വരിയായിട്ട് ഇങ്ങനെ വറുത്തെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ അരി കഴുകി വൃത്തിയാക്കി നമ്മൾ ഊറ്റാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിന് വേണ്ടി വേണ്ടത് ഒരു സവാള, തക്കാളി, പിന്നെ ഗ്രാമ്പൂ, പട്ട, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതെന്തോ തൊണ്ടമുളക് അങ്ങനെ എന്തോ ആണ് കേട്ടോ. പിന്നെ നാരങ്ങ, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് നമ്മൾ കുക്കർ വെച്ചതിന് ശേഷം ചൂടാവുന്ന സമയത്ത്, ഇത് ചൂടുവെള്ളമാണ് കേട്ടോ, ഇത് വെച്ചാണ് നമ്മൾ ഇന്ന് അരി വേവിക്കാൻ പോകുന്നത്. നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് എന്ത് ചെയ്യുക, നമ്മൾ കുക്കറിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇട്ടതിന് ശേഷം ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ആ പട്ട, ഗ്രാമ്പൂ, ഇത്രയാണ് നമ്മൾ ഈ ഒരു സമയത്ത് ചേർക്കേണ്ടത് കേട്ടോ. ബാക്കിയൊക്കെ പിന്നീടാണ് കേട്ടോ. എന്നിട്ട് ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, നമ്മളിതിനെ ഇളക്കിയെടുക്കുക. ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ എത്ര കപ്പ് അരിയാണോ എടുക്കുന്നത് അതിനേക്കാളും കുറച്ചും കൂടെ ഇരട്ടി എന്ത് ചെയ്യുക, വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച സാധനങ്ങൾക്ക്, അതായത് നമ്മുടെ നാരങ്ങ, പിന്നെ നമ്മുടെ തൊണ്ടമുളക്, ഈ നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞ് ഇട്ട് കൊടുത്തതിന് ശേഷം മച്ചി ഇവിടെ നാരങ്ങയുടെ തോടൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യും, ഒരു അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത്യാവശ്യത്തിന് എത്രയാണോ ഉപ്പ് വേണ്ടത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കുക എന്നുള്ളതാണ്. ഒരു വിസിലാണ് കേട്ടോ നമ്മളിവിടെ ഇടുന്നത്. നമ്മൾ ചിക്കൻ വറുത്തെടുത്ത എണ്ണയിൽ ചിക്കൻ വറുത്തതിന് ശേഷം ഒരു ഉരുളിയിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ബാക്കി വന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആ ഒരു തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത ആ ഒരു ഉള്ളിയുടെ മിക്സില്ലേ, അത് നമ്മൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് മല്ലിപ്പൊടി, പിന്നെ എന്ത് ചെയ്യുക, കുരുമുളക് പൊടി കേട്ടോ, ആവശ്യത്തിന് കുരുമുളക് പൊടി, പിന്നെ മച്ചി എന്ത് ചെയ്യുക, പട്ട, ഗ്രാമ്പൂ, പെരിഞ്ജീരകം, ഇവയൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് മസാല എന്നാണ് ഇതിൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. ഉപ്പൊക്കെ ആവശ്യത്തിന് നമുക്ക് ആ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ മുളക് പൊടിയും കൂടി ഇടാം. കളറിൻ്റെ ആവശ്യത്തിന് മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. അപ്പോൾ ഈ നല്ല കളർ ആയിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് ഈ ഒരു പൊരിച്ച് വെച്ച ചിക്കനെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിക്കുക കേട്ടോ. ഇവിടെ അമ്മച്ചി അതൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ ചിക്കൻ കറി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ നമുക്ക് ചോറും ചൂടൊക്കെ കഴിക്കാം കേട്ടോ. നെച്ചോറും ചൂടായാലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിൽ എന്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാം. നമ്മളിവിടെ ദമ്മിടാനല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിതിന് കുറച്ച് പോർഷൻ മാറ്റേണ്ടി വരും കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കറിലേക്ക് നമ്മളിങ്ങനെ 2 പോർഷനായിട്ട് ഈ 2 കറികളെ വേർപിരിച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മുടെ പണി എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിക്കനില്ലേ, ഈ ഒരു ചിക്കൻ ഉരുളിയുടെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു ചോറിങ്ങനെ ദമ്മിട്ട് സെറ്റാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വെളുത്ത കുട്ടൻ ചോറിന് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഇതിലേക്ക് ദമ്മിട്ട് സെറ്റാക്കുക. ഒരു ലെയർ വെച്ചതിന് ശേഷം നമ്മൾ ബാക്കി വെച്ച ആ ഒരു പോർഷനില്ലേ കറി, അതെന്ത് ചെയ്യുക, മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ബാലൻസ് വരുന്ന ചോറും കൂടി എടുത്ത് എന്ത് ചെയ്യുക, നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതിനിടയ്ക്ക് വെച്ച് നെയ്യൊക്കെ തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ട്യൂഷന് പോകുന്ന സമയത്താണ് ഇതിൽ കൂടുതലും പാർട്സ് ഉമ്മച്ചി എടുത്തത് കേട്ടോ. പിന്നെ ഞാൻ ട്യൂഷന് പോയിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഉമ്മച്ചി ഇച്ചിരി ബുദ്ധിമുട്ടിയാണ് ഈ വീഡിയോ ഫുള്ളും എടുത്തത്, അതായിരിക്കും. അപ്പോൾ കുറച്ച് പോരായ്മകളൊക്കെ കാണും, അതൊക്കെ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ദമ്മിട്ട ചോറ് റെഡിയാക്കിയതിന് ശേഷം ഉമ്മച്ചിയുടെ കുറച്ച് അലങ്കാര പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ദാ നോക്കി, തക്കാളി, മല്ലിയില, പിന്നെ നമ്മൾ പൊരിച്ച ഉള്ളി, എന്താ പറയുക,
കാഷ്യൂ കിസ്മിസ് ഇവയെല്ലാം ചേർത്ത് ഉമ്മച്ചി ഇതിനെ കുറച്ചും കൂടെ മൊഞ്ചാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നിട്ട് നമ്മൾ അടച്ചു വെക്കുക കേട്ടോ. ഇനിയാണ് നമ്മുടെ ദമ്മിടുന്ന പരിപാടി. നമ്മളിത് ദമ്മിടാനായിട്ടൊക്കെ മാത്രം വെച്ചിരിക്കുന്ന ഒരു ഉരുളിയാണ് കേട്ടോ ഈ ഒരു അടിയിരിക്കുന്ന പാൻ. ഇതിന് മുകളിലൊരു വെയിറ്റും കൂടി വെക്കണം, അതെടുക്കാൻ വിട്ടുപോയതാണ്. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ വേവിക്കുക. അപ്പോഴത്തേക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ആവിയൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മുടെ ദമ്മ് ഇത് ഇവിടെ പൊട്ടിച്ചിട്ടുണ്ട്. നമ്മൾ മാത്രമല്ല, അപ്പുറത്തുനിന്ന് വാപ്പച്ചി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പിയാണിത്. എനിക്കാണെങ്കിൽ അന്നത്തെ ദിവസം ഭയങ്കര വിശപ്പായിരുന്നു, എന്താ പറയുക, അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത് ഇനിയും ഉമ്മച്ചി മാറ്റി വെച്ചിരിക്കുകയാണ്. നാളെ ഇനി സ്കൂളിൽ കൊണ്ടുപോയിട്ട് വേണം എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനായിട്ട്. ഉമ്മച്ചിയുടെ ഈ കഷ്ടപ്പാടിന് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേ നമ്മുടെ അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.